നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശ്രേയ, ഇവിടെ നിക്കടി, നിക്കണേ പറഞ്ഞേ. ധിക്കാരം കാണിച്ച് കൊന്നോളൂ ഞാൻ. പവിയേട്ടാ, എന്താ ഈ കാണിക്കുന്നേ? നിങ്ങൾ എന്തിനാ അവളോട് വെറുതെ? എന്താണ് ഞാൻ കാണിച്ചു തരാം. അവനെന്ന് ശരിയാക്കി ഞാൻ. ആരെ? പവിയേട്ടാ, മര്യാദകേട് കാണിച്ച നിന്നിവിടെ വെച്ച് പൊറപ്പിക്കില്ല ഞാൻ. അങ്കിൾ എന്തിനാ എന്റെ നേരെ ചൂടാവുന്നേ? ഞാനെന്ത് തെറ്റ് ചെയ്തു? നീ ചെയ്ത് എന്താണെന്ന് ഞാനിപ്പോ തെളിയിച്ചറാം. നീ എന്റെ മോളുടെ പിന്നാലെ നടന്ന് വീണ്ടും ശല്യപ്പെടുത്തണം അല്ലടാ? ആര് ശല്യപ്പെടുത്തി? ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കായിരുന്നു. അങ്കിൾ ശ്രേയയോട് ദേഷ്യപ്പെട്ടപ്പോ അവള് പേടിച്ചകത്തേക്ക് പോയി. അല്ലാതെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. നിന്റെ ഇവിടുത്തെ താമസം ഇന്നത്തോടെ നിർത്തി തരാം ഞാൻ. കൈ എടുക്കങ്ങളെ. ചേച്ചി തീരുമാനിക്കട്ടെ, നീ ഇനി ഇവിടെ താമസിക്കണോ വേണ്ടോ? എന്താ പ്രശ്നം? എന്താടാ കൈ എടുക്കങ്ങളെ. ഇവനെ കുറിച്ചെല്ലാം ഞാനൊന്ന് ചേച്ചിയോട് പറഞ്ഞു കൊടുക്കും. നമ്മുടെ മോളെ ശല്യപ്പെടുത്താൻ ഇനി ഇവൻ ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. മനസ്സിലാണോ നിനക്ക്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നിന്നെ ഇവിടെ ഞാൻ വെച്ച് പറഞ്ഞല്ലേ, ഒരാളോട് സംസാരിക്കുന്ന കുറ്റമാണോ? ഇനി നീ അങ്ങനെ എന്റെ മോളുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തണ്ട. എനിക്കത് ഇഷ്ടമല്ല. സംസാരിച്ചതാണോ ഇങ്ങനെ എടുത്ത് ബഹളം വെക്കുന്നേ? ഒരു വീട്ടിൽ താമസിക്കുന്നവരാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് സ്വാഭാവികമല്ലേ? ഇവന്റെ ഉള്ളിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ എനിക്കറിയാം. അതെ, അതെന്റെ മോളുടെ നേരെടുക്കാൻ ഇനി ഞാൻ ഇവനെ അനുവദിക്കില്ല. ചേച്ചി കൊണ്ട് തന്നെ ഞാനൊരു തീരുമാനം എടുപ്പിക്കും. അങ്ങോട്ട് നടക്കടാ. അങ്കിളെ, നിങ്ങൾ എന്തായാലും എന്നെ വല്യമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകല്ലേ? നിങ്ങളെക്കുറിച്ചും എനിക്ക് ചിലത് പറയാനുണ്ട്. നിനക്ക് എന്താടാ പറയാനുള്ളത്? വല്യമ്മയോടും ഈ കുടുംബത്തോടും നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചതിയെക്കുറിച്ച്. ബാംഗ്ലൂരിലെ നിങ്ങൾ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്ന ബിസിനസിനെ കുറിച്ച്. അവിടെ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. ഓരോന്നോരോന്നായിട്ടേ വല്യമ്മയോട് പോയി പറയട്ടെ, തെളിവ് സഹിതം. ഒന്നും കേൾക്കുന്നില്ലല്ലോ. ശ്രേയയ്ക്ക് വേണ്ടി നിങ്ങൾ കൊണ്ടുവന്ന കല്യാണാലോചന പോലും ഒരു ഫേക്ക് ആലോചനയായിരുന്നു എന്ന് ഞാൻ വല്യമ്മയോട് പോയി പറഞ്ഞ ഇവിടുന്ന് പുറത്താവുന്നതേ നിങ്ങളായിരിക്കുമോ അതോ ഞാനായിരിക്കുമോ? എടാ, നീ അനാവശ്യം പറയരുത്. ബാംഗ്ലൂരിൽ എനിക്കൊരു ബിസിനസ്സും ഇല്ല. നീ പറയുന്നത് മുഴുവൻ കള്ളാണ്. ബാംഗ്ലൂർ സിറ്റിയും അതിൻ്റെ ഔട്ട്സ്കേർട്സും എൻ്റെ ഈ കൈവെള്ളയിലെ രേഖ പോലെ പരിചയമായി എനിക്ക്. എനിക്കറിയാം നിങ്ങളുടെ പുതിയ കമ്പനി എവിടെയാണ് തുടങ്ങാൻ പോകുന്നതെന്ന്. അതുമാത്രമല്ല, മറ്റു പലതും എനിക്കറിയാം. നിങ്ങളുടെ ഭാര്യ പോലും അറിയാത്ത മറ്റു പലതും. അവരെ നിങ്ങൾ ചതിക്കുക. ഗിരിജാൻറ്റിയോട് ഞാനത് തുറന്നു പറയട്ടെ. അതോടെ തീരും നിങ്ങളുടെ ഇവിടുത്തെ ജീവിതം.
ബാംഗ്ലൂരിൽ നിങ്ങൾ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നതെല്ലാം ഇതോടെ അവസാനിക്കും. എടോ, പൊന്നു. എന്താ എന്താ ഒരു ബഹളം? ഏയ്, ഏ എന്താ എല്ലാരും കൂടി ഇവിടെ നിൽക്കുന്നേ? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ല ചേച്ചി. നാളത്തെ പെണ്ണുകാണൽ ചടങ്ങിനെ കുറിച്ച് ഞങ്ങളൊന്ന്. അതിനിപ്പോ എന്താ? നാളെ 10 മണിയാവുമ്പോ അവര് പെണ്ണ് കാണാൻ വരും. എല്ലാരും ഇവിടെ ഉണ്ടാവണം. നിനക്ക് നാളെ വേറെ ജോലിയുണ്ടോ? ഏയ്, ഒന്നുമില്ല, ഞാനിവിടെ തന്നെ കാണും. ഹലോ, ആ അതെ, പവിത്രൻ തന്നെ. ആ, ഒരു മിനിറ്റ്. അത് ഗിരിജ, ഒരു മിനിറ്റ് ഇങ്ങ് വന്നേ. ഞാനിപ്പോ പറയാം. നിനക്കെന്താ പറയാനുള്ളത്? എനിക്കും ഒരു കല്യാണാലോചനയുടെ കാര്യം തന്നെ പറയാനുള്ളത്. അത് പറഞ്ഞില്ലേ, നാളെ രാവിലെ 10 മണിക്ക് നീയും ഇവിടെ കാണണം. കാണും, ഞാൻ ഇവിടെ തന്നെ കാണാൻ വല്യമ്മേ. വന്നേ. ഇവൻ എന്തോ പറ്റിയിട്ടുണ്ട്. എന്തിനാ നിക്കുന്നേ? പോയി കിടന്നുറങ്ങാൻ നോക്ക്. എന്താ? അവനെ സൂക്ഷിക്കണം. അവൻ തിരിച്ചു വന്നതിന് പിന്നിൽ വ്യക്തമായ എന്തോ ലക്ഷ്യമുണ്ട്. അവൻ നമ്മളെ നശിപ്പിക്കും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഇത്തിരി പോന്ന അവൻ വിചാരിച്ച നമ്മൾ എന്ത് ചെയ്യാനാ? പവിയേട്ടൻ എന്തിനാ അവനെ ഇത്രയ്ക്ക് പേടിക്കുന്നേ? പേടിക്കണം, അവനെ നല്ലതുപോലെ പേടിക്കണം. ബാംഗ്ലൂരിൽ തുടങ്ങാനിരിക്കുന്ന നമ്മുടെ കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ് അവൻ അറിയാം. ആര് പറഞ്ഞു? ആ ബഹളത്തിനിടയിൽ അവൻ തന്നെ ഇതെന്നോട് പറഞ്ഞത്. ബാംഗ്ലൂരിലെ നിങ്ങൾ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്ന ബിസിനസിനെ കുറിച്ച്, അവിടെ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. ഓരോന്നോരോന്നായിട്ടെ വല്യമ്മയോട് പോയി പറയട്ടെ, തെളിവ് സഹിതം. അവൻ എങ്ങനെയാ ഇത് മനസ്സിലായേ? അതറിയില്ല. ചെകുത്താനും കടലിനും ഇടയില നമ്മളിപ്പോ. ചേച്ചിയോട് അവൻ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താ അതോടെ നമ്മൾ കെട്ടിപ്പൊക്കി കൊണ്ടുവന്നതെല്ലാം അവസാനിക്കും. നമ്മൾ ഇനി എന്ത് ചെയ്യും? നിങ്ങളുടെ ചേച്ചി എങ്ങാനും ഇത് അറിഞ്ഞ? എന്റെ ഈശ്വര, എനിക്കത് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. ഒരു തവണ നമ്മൾ ഇവിടെ നിന്ന് അടിച്ചിറക്കിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടാ നമ്മൾ തിരിച്ചു കയറിയത്? ഇനി ഇതും കൂടി അറിഞ്ഞ എല്ലാം അതോടെ തീരും. ആ നശിച്ചവൻ നമ്മളെ തൊലയ്ക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുകയാണോ? UK പോകുന്നതിന് മുമ്പ് ബാംഗ്ലൂരിലായിരുന്നല്ലോ അവൻ പഠിച്ചത്. അവിടെയുള്ള ഏതോ ഒരു കണക്ഷൻ വഴി നമ്മുടെ നീക്കങ്ങളെക്കുറിച്ചെല്ലാം അവൻ മനസ്സിലാക്കി. അവനിപ്പോൾ കാണിക്കുന്നതൊന്നുമല്ല അവൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അവനെ അധികം വെറുപ്പിക്കരുത്. നയത്തിൽ വേണം ഇനി അവനോട് പെരുമാറാൻ. നീ ഒന്ന് ഓർത്തു നോക്ക്. തിരിച്ചു വന്നിട്ട് അവൻ എന്തെല്ലാമാണ് ചെയ്തത്. ആദ്യം പണ്ട് ചെയ്ത തെറ്റിനൊക്കെ അവൻ നമ്മളോടെല്ലാം മാപ്പ് പറഞ്ഞു. പിന്നെ ശ്രേയയുമായി ഇപ്പോൾ സൗഹൃദത്തിലായി. നമ്മുടെ മകൾ ഇപ്പോൾ അവനെയും വിശ്വസിച്ച് അവൻ്റെ കൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി. ഇതൊന്നും അവൻ വെറുതെ ചെയ്യുന്നതല്ല, വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്യുന്നതാണ്. എന്തിനാ അവനെ മാത്രം കുറ്റം പറയുന്നത്? അവനോട് കൂട്ടുകൂടാൻ പോയ നമ്മുടെ മോളെ പറഞ്ഞാൽ മതിയല്ലോ. ആ
അവന്റെ സ്വഭാവമല്ല അവക്ക് അറിയാവുന്നല്ലേ. എന്നിട്ടും അവൾ അവന്റെ കൂടെ വണ്ടി കയറി. അവളെ ഞാൻ ഇന്ന് ശരിയാക്കുന്നുണ്ട്. വെറുതെ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവളൊരു പെൺകുട്ടിയാ. നമ്മളറിയാതെ അവളുടെ മുമ്പിൽ അവൻ നല്ല പിള്ള ചമഞ്ഞ് മാപ്പ് പറഞ്ഞു കാണും. അപ്പൊ അവളുടെ കാല് പിടിച്ച് കാണും. നമ്മുടെ മോള് പാവല്ലേ, അവളുടെ മനസ്സലിഞ്ഞു പോയിട്ടുണ്ടാവും. ചതിക്കാൻ വേണ്ടിയിട്ടാണ് അവളോട് അവൻ അടുക്കുന്നതെന്ന് അവൾക്ക് ചിലപ്പോൾ മനസ്സിലായി കാണില്ല. നമുക്കിതൊക്കെ അവളോട് പറഞ്ഞാലോ? വേണ്ട, തൽക്കാലം അവളോട് ഇതൊന്നും പറയാൻ പോകരുത്. നമ്മുടെ മോളെ മുന്നിൽ നിർത്തി നമ്മളോട് വിലപേശാനായിരിക്കും അവന്റെ ശ്രമം. അത് തന്നെയായിരിക്കും അവന്റെ ലക്ഷ്യം. പക്ഷേ അവൻ ഈ പവിത്രനെ അറിയില്ല. അറിഞ്ഞതിൻ്റെയൊക്കെ വാലും തുമ്പും പിടിച്ച് എൻ്റെ പിന്നാലെ വന്ന പിന്നെ അവനെ ആരും കാണില്ല. സൂക്ഷിച്ച് വേണം അവനെ കൈകാര്യം ചെയ്യാൻ. നമ്മളെ തകർക്കാൻ അവൻ നമ്മുടെ മോളെ കരുവാക്കിയാൽ അതോടെ അവൻ തീരും. പിന്നെ അവനെ ഈ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കില്ല ഞാൻ.